അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. നമ്മൾ ഫോർഫീറ്റ് ചെയ്തിട്ടുള്ള ഷെയർസ് രണ്ടാമത് റീ ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. ഫോർഫീറ്റഡ് ഷെയർസ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്? ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ തൻ്റെ അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ പേ ചെയ്യാൻ ഫെയിലായിട്ടുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? ആ ഷെയർസ് ഫോർഫീറ്റ് ചെയ്യും, ക്യാൻസൽ ചെയ്ത് കളയും. ആ പ്രോസസ്സിനെ പറയുന്നതാണ് നമ്മൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന്, അല്ലേ? ഇനി ഈ ഫോർഫീച്ചർ ഓഫ് ഷെയർസിൽ നമ്മൾ പഠിച്ചു, ഇവൻ ഈ ഷെയറുമേൽ 10 രൂപയുടെ ഷെയർ ആയിരിക്കും. ഈ ഷെയറുമേൽ 8 രൂപ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. 2 രൂപ പേ ചെയ്യാത്തതിൻ്റെ പേരിലാണ് കമ്പനി ഈ ഷെയർസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. അവൻ പേ ചെയ്ത 8 രൂപ ഓൾറെഡി എന്ത് ചെയ്യും? കമ്പനിയുടെ പ്രോപ്പർട്ടിയായി മാറിത്തീരും. അത് കമ്പനിക്കുള്ളതാണ്, അവനക്ക് തിരിച്ചു കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ഫോർഫീറ്റ് ചെയ്ത ഷെയർസ്, ക്യാൻസൽ ചെയ്ത ഷെയർസ് നമ്മളെ കയ്യിലിരിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ ഷെയർ ഹോൾഡർക്ക് കൊടുത്ത ഷെയർ ആയിരുന്നു, അത് നമ്മൾ തിരിച്ചു മേടിച്ചു, അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി ഈ ഷെയർസ് നമ്മൾ രണ്ടാമത് വേറൊരാൾക്ക് റീ ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത് ഇതിനെ ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോഴുള്ള ചില ട്രീറ്റ്മെൻറ്റുകളാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് 3 കേസായിട്ടാണ് നമ്മൾ റീ ഇഷ്യൂ നടത്തുന്നത്. പാറിന് റീ ഇഷ്യൂ നടത്താം, പ്രീമിയത്തിന് റീ ഇഷ്യൂ നടത്താം, ആൻഡ് ഡിസ്കൗണ്ടിന് റീ ഇഷ്യൂ നടത്താം. ഇങ്ങനെയൊക്കെ പാറിന് റീ ഇഷ്യൂ നടത്താം, ഡിസ്കൗണ്ടിന് റീ ഇഷ്യൂ നടത്താം, ആൻഡ് പ്രീമിയത്തിനും റീ ഇഷ്യൂ നടത്താം. പാറിന് റീ ഇഷ്യൂ നടത്താമെന്ന് പറഞ്ഞാൽ എന്താണ്? 10 രൂപ വാല്യൂ ഉള്ള ഷെയർ ആയിരുന്നു നമ്മൾ ഫോർഫീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ ഷെയറിൻ്റെ വാല്യൂ 10 രൂപയായിരുന്നു. ആ ഷെയർ നമ്മൾ റീ ഇഷ്യൂ ചെയ്യുന്നത് 10 രൂപയ്ക്ക് തന്നെയാണ്. ഇനി പ്രീമിയത്തിന് റീ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? 10 രൂപ വാല്യൂ ഉള്ള ഷെയർ ആയിരുന്നു, പക്ഷേ നമ്മൾ ഇനി റീ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്, രണ്ടാമത് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് 12 രൂപയ്ക്കാണ്. ഇനി മൂന്നാമത്തെ കേസ്, ഓരോ കേസും എഴുതി വെച്ചോട്ടാ. മൂന്നാമത്തെ കേസ് എങ്ങനെയാണ് വരുന്നത്? 10 രൂപ വാല്യൂ ഉള്ള ഷെയർ ആയിരുന്നു, ഡിസ്കൗണ്ടിനാണ് റീ ഇഷ്യൂ ചെയ്യുന്നത്. 10 രൂപ വാല്യൂ ഉള്ള ഷെയർ ആയിരുന്നു, ഇനി നമ്മൾ റീ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് 8 രൂപയ്ക്കാണ്. 2 രൂപ ഡിസ്കൗണ്ടിനാണ്, മറ്റൊടുത്ത് 2 രൂപ പ്രീമിയത്തിനായിരുന്നു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മെത്തേഡാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മെത്തേഡ് എല്ലാവരും എഴുതി വെക്കുക. റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് അറ്റ് പാർ, പേജ് നമ്പർ 41 പാറിന് എങ്ങനെ നമ്മൾ റീ ഇഷ്യൂ ചെയ്യാം? അപ്പോൾ വരുന്ന ജേർണൽ എൻട്രി, നോ സ്പെഷ്യൽ ജേർണൽ എൻട്രി ഈസ് റിക്വയർഡ്. സാധാരണ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇലുസ്ട്രേഷൻ 20 നോക്കാം. ഇലുസ്ട്രേഷൻ 20ൽ നിങ്ങൾക്ക് ആൽഫ ലിമിറ്റഡ് 600 ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, 10 രൂപ വാല്യൂ ഉള്ള 600 ഇക്വിറ്റി ഷെയർസ് ഫോർഫീറ്റ് ചെയ്തു, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് ഫുള്ളി കോൾഡപ്പ് ആണ്. ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ്, ഈ ഫുള്ളി കോൾഡപ്പ് എന്ന് പറയുന്നത് എന്താണ്? എത്രയാണോ പെയ്ഡപ്പ് വാല്യൂ അത് മാത്രമേ നമുക്ക് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റാൻ സാധിക്കുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫോർഫീറ്റർ അക്കൗണ്ട് ടു ഫൈനൽ കോൾ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫോർഫീച്ചറിൻ്റെ എൻട്രി എഴുതുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് എത്ര രൂപ മാത്രമേ ഫോർഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനി എത്രയാണോ കോൾ ചെയ്തിട്ടുള്ളത് ആ എമൗണ്ടിനുള്ള ഷെയർസ് മാത്രമേ നമുക്ക് ഫോർഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 10 രൂപ വാല്യൂ ഉള്ള ഷെയർ ആണ് കമ്പനി ക്യാൻസൽ ചെയ്യുന്നത്, ഫോർഫീറ്റ് ചെയ്യുന്നത് എങ്കിലും കമ്പനി ചിലപ്പോൾ 8 രൂപ കോളപ്പ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. എങ്കിൽ ആ 8 രൂപയുടെ വാല്യൂ മാത്രമേ നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ കാണിക്കാൻ പാടുള്ളൂ. അതിനാണ് ഈ ഫുള്ളി കോൾഡപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10 രൂപയും കമ്പനി കോൾ ചെയ്തിട്ടുണ്ട്, 10 രൂപയും ഷെയർ ഹോൾഡറോട് പേ ചെയ്യാൻ കമ്പനി പറഞ്ഞിട്ടുണ്ട്. ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ മണി ഓഫ് ₹4 പെർ ഷെയർ, 4 രൂപ ഫൈനൽ കോൾ മണി ഇവൻ പേ ചെയ്തില്ല, ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ പേ ചെയ്തില്ല. അപ്പോൾ ബാക്കി എത്ര രൂപ പേ ചെയ്തിട്ടുണ്ട്? 10 രൂപയിൽ 4 രൂപ പേ ചെയ്തിട്ടില്ല, 6 രൂപ ഇവൻ ഓൾറെഡി പേ ചെയ്തതാണ്. ഓക്കെ, ദീസ് ഷെയർസ് were reissued for ₹10 പെർ ഷെയർ. ഈ 10 രൂപയുടെ ഷെയർ കമ്പനി വീണ്ടും 10 രൂപയ്ക്ക് തന്നെ റീഇഷ്യൂ ചെയ്യുകയാണ്. ആസ് ഫുള്ളി പെയ്ഡ് അപ്പ്, ഗിവ് ജേർണൽ എൻട്രീസ് ഫോർ ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഓഫ് ഷെയർസ്. ഫോർഫീച്ചറിൻ്റെയും റീഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ ജേർണൽ എൻട്രീസ് കൊടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ,
നമ്മൾ ഫോർഫീച്ചറിൻ്റെ ജേണൽ എൻട്രി എന്താ പഠിച്ചിട്ടുള്ളത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. എവിടെയാണോ നമ്മൾ നോൺ പേയ്മെൻറ്റ് വന്നിട്ടുള്ളത് അതാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. ഫൈനൽ കോൾ മണിയാണ് അദ്ദേഹത്തിന് പേ ചെയ്യാൻ സാധിക്കാഞ്ഞത്. ഇനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ എത്രയാണ് വരിക? 600 ഷെയർസ് ആണ് ഫോർഫീറ്റ് ചെയ്യുന്നത്. എത്ര രൂപയാണ് വാല്യൂ? 10 രൂപയാണ്. ഫുള്ളി പെയ്ഡ് കോൾഡപ്പ് ആണോ എന്ന് നോക്കണം. അതെ, ഫുള്ളി കോൾഡപ്പ് ആണ്. ഓക്കെ, അപ്പോൾ 10 രൂപ തന്നെ വരും. ഇല്ല, 8 രൂപയാണ് കോൾഡപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 600 ഷെയർസിന് 8 രൂപ വെച്ചാണ് നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇവിടെ 10 രൂപയും കോൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ 10 രൂപയാണ് കാണിക്കേണ്ടത്. അങ്ങനെ നമുക്ക് 6000 കിട്ടി. ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, അതിൽ ഏത് എമൗണ്ടാണ് വരാ? എത്രയാണോ ഷെയർ ഹോൾഡറുടെ ഓൾറെഡി പേ ചെയ്തിട്ടുള്ളത് ആ ഷെയറുമേൽ ആ എമൗണ്ട് ആണ്. 600 ഷെയർസിന് അവൻ ഓൾറെഡി 6 രൂപ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 600 × 6 3600. ഇനി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ടിൽ അവൻ ഫൈനൽ കോൾ മണി എത്ര രൂപയാണോ പേ ചെയ്യാത്തത് അതാണ് കാണിക്കേണ്ടത്. 600 ഷെയർസിന് 4 രൂപ വെച്ചിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. അങ്ങനെ 2400. ഇനി നമ്മൾ റീഇഷ്യൂ ചെയ്യുകയാണ്. റീഇഷ്യൂ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താണ് വരിക? ബാങ്ക് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ നേരത്തെ മേലെ പഠിച്ച ജേണൽ എൻട്രി. എത്ര രൂപയ്ക്കാണ്? 10 രൂപയ്ക്ക് തന്നെ 600 ഷെയർസ്. അപ്പോൾ 10 × 600 6000. ഇനി നമുക്ക് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നമുക്കൊരു 3600 രൂപ എടുക്കുന്നുണ്ട് അല്ലേ? അത് നമ്മൾ ഒന്നിനും ഉപയോഗിച്ചിട്ടില്ല. അത് ക്യാപിറ്റൽ റിസർവ് ആയിട്ട് മാറ്റുന്നു. എന്താ ക്യാപിറ്റൽ റിസർവ് ആകാൻ കാരണം? ഷെയർ ക്യാപിറ്റലിൽ നിന്നുള്ള റിസർവ് ആണ്. സോ ഇറ്റ് ഈസ് ക്യാപിറ്റൽ റിസർവ്. സോ ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഇൻ നേച്ചർ, ഫിക്സഡ് ഇൻ നേച്ചർ. അതുകൊണ്ട് നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലുള്ള 3600 രൂപ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഫോർഫീറ്റഡ് അക്കൗണ്ടിനെ നമ്മൾ ആദ്യത്തെ ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനില്ല, ഇതിന് ക്യാൻസൽ ചെയ്ത് കളയാണ് ഫോർഫീറ്റഡ് അക്കൗണ്ടിനെ. സോ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ആൻഡ് ക്രെഡിറ്റ് ഷുഡ് ബി ഗിവൺ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. എമൗണ്ട് 3600. ഇനി ഇല്ലുസ്ട്രേഷൻ 21 നോക്കിയേ. 21 നിങ്ങൾക്ക് വരുന്നത് പാർട്ട്ലി കോൾഡപ്പ് ആണ്. മിസ് പറഞ്ഞു പാർട്ട്ലി കോൾഡപ്പ് ഉണ്ട്, ഫുള്ളി കോൾഡപ്പ് ഉണ്ടാവും. എത്രയാണോ കമ്പനി കോൾ ചെയ്തിട്ടുള്ളത് അത് മാത്രമേ നമുക്ക് ഷെയർ ക്യാപിറ്റലിൽ കാണിക്കാൻ പറ്റുള്ളൂ. ആ ഉള്ളത് മാത്രമേ നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റുള്ളൂ. 10 രൂപയിൽ 8 രൂപ കമ്പനി കോൾ ചെയ്തിട്ടുള്ളെങ്കിൽ 8 രൂപയുടെ വാല്യൂ മാത്രമേ, ഷെയറിൻ്റെ വാല്യൂ മാത്രമേ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷൻ 21 വരുന്നത് അങ്ങനത്തെ ഒരു പ്രോബ്ലമാണ്. റീഷ്യോ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് പാർട്ട്ലി കോൾഡപ്പ് അറ്റ് പാർ. ഇനി ബീറ്റ കമ്പനി ലിമിറ്റഡ് 500 ഷെയർസ് 10 രൂപയാണ് വാല്യൂ, ഫോർഫീറ്റ് ചെയ്തു. ₹8 പെർ ഷെയർ കോൾഡപ്പ്. 10 രൂപയിൽ 8 രൂപ മാത്രമേ കമ്പനി കോൾ ചെയ്തിട്ടുള്ളൂ. ഓൺ വിച്ച് ഷെയർ ഹോൾഡർ മിസ്റ്റർ രാജേഷ് ഫെയിൽ ടു പേ ഫസ്റ്റ് കോൾ മണി ഓഫ് ₹3 പെർ ഷെയർ. 3 രൂപ ഫസ്റ്റ് കോൾ മണി പേ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. These shares were subsequently reissued by the company as fully paid up for ₹9 per share. ഇതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ട് കമ്പനി റീഇഷ്യൂ ചെയ്യുന്നത് 9 രൂപയ്ക്കാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എഴുതുമ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഇവിടെ എത്ര രൂപയാണ് കോളപ്പ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ നോക്കിയേ ക്വസ്റ്റ്യനിൽ 500 ഷെയർസിന് 8 രൂപ വെച്ചിട്ട് ബ്രാക്കറ്റിൽ എഴുതിക്കുന്നുണ്ടോ? 500 × 8. 8 എന്താണ്? കോളപ്പാണ്. എത്രയാണോ കമ്പനി കോൾ ചെയ്തിട്ടുള്ളത് അതേ നമുക്ക് ഫോർഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതേ നമുക്ക് ഷെയർ ക്യാപിറ്റലിൽ കാണിക്കാൻ പറ്റുള്ളൂ. അതാണ് 500 × 8 4000 വന്നത്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എത്രയാണ്? ഇനി ഫോർഫീച്ചർ പേ ചെയ്തിട്ടുള്ളത് എത്രയാണ്? അവൻ ഓൾറെഡി 5 രൂപ പേ ചെയ്തിട്ടുണ്ട്. 3 രൂപ ഫസ്റ്റ് കോളല്ലേ പേ ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ 8 രൂപയിൽ 3 രൂപ പേ ചെയ്യാൻ കഴിഞ്ഞില്ല. ബാക്കി എത്ര അവൻ പേ ചെയ്തിട്ടുണ്ട്? 5 പേ ചെയ്തിട്ടുണ്ട്. അതാണ് ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ 500 × 5 വന്നത്. ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് 500 × 3 എത്ര രൂപയാണ് അവൻ പേ ചെയ്യാഞ്ഞത്? 3 രൂപ. 500 ഷെയർസിന് പേ ചെയ്യാൻ സാധിച്ചില്ല. ഏതാണ് പേ ചെയ്യാഞ്ഞത്? ഫസ്റ്റ് കോൾ മണിയാണ് പേ ചെയ്യാഞ്ഞത്. സോ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് 500 × 3 1500. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രോബ്ലത്തിൽ നമുക്ക് 10 രൂപയായിരുന്നു നമ്മളുടെ ഷെയറിൻ്റെ വാല്യൂ. അതിൽ എത്ര രൂപയ്ക്കാണ് ഇനി അത് റീഇഷ്യൂ ചെയ്യുന്നത്? 9 രൂപയ്ക്ക്. പക്ഷേ നമ്മൾ കോളപ്പ് ചെയ്തിട്ടുള്ളത് 8 രൂപയ്ക്കാണ്.
കമ്പനി റീഇഷ്യൂ ചെയ്യാൻ പോകുന്നത് 9 രൂപയ്ക്കാണ്. 1 രൂപ കൂടുതലിനാണ് കമ്പനി റീഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. ജേർണൽ എൻട്രിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 500 × 9, അതായത് 500 ഷെയർസിന് 9 രൂപ വെച്ചാണ് പുതിയ ഷെയർസ് നമ്മൾ റീഇഷ്യൂ നടത്തുന്നത്, പുതിയ ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ 4500. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നമുക്ക് എത്ര രൂപയുണ്ട്? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നോക്കിയാൽ 2500 രൂപയുണ്ട്. ഈ 2500 രൂപയാണ് നമ്മൾ ബാക്കി ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഷെയർസിൻ്റെ വാല്യൂ ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കോൾഡപ്പ് വാല്യൂ 8 രൂപയാണ്, ബട്ട് ഷെയറിൻ്റെ വാല്യൂ 10 രൂപയാണ്. റീഇഷ്യൂ ചെയ്യുന്നത് 9 രൂപയ്ക്കാണ്. ഇങ്ങനെ തരം തിരിച്ച് എഴുതാം, നിങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് എഴുതാം. അങ്ങനെയാണ് മിസ് ഒന്നും കൂടി പറഞ്ഞുതരാം. ഷെയറിൻ്റെ വാല്യൂ 10 രൂപയാണ്, കോളപ്പ് ചെയ്തിട്ടുള്ളത് 8 രൂപയാണ്, റീഇഷ്യൂ നടത്തുന്നത് 9 രൂപയാണ്. നമ്മളപ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, റീഇഷ്യൂ നടത്തുമ്പോൾ 10 രൂപയല്ലേ ഷെയറിൻ്റെ വാല്യൂ, ആ 10 രൂപയ്ക്കുള്ള എമൗണ്ട് തന്നെ റീഇഷ്യൂ നടത്തണം. ഇവിടെ പക്ഷേ 10 രൂപയ്ക്കാണോ റീഇഷ്യൂ നടത്തുന്നത്? അല്ല, റീഇഷ്യൂ നടത്തുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 10 രൂപ ഷെയറിൻ്റെ വാല്യൂ ആണ്. ഫോർഫീച്ചർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എത്ര കോളപ്പ് ചെയ്തു എന്നാണ്, ഷെയറിൽ എത്ര കോൾ ചെയ്തു എന്നുള്ളതാണ്. ഫോർഫീച്ചർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് 8 രൂപയാണ്. എന്നാൽ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഈ ഷെയറിൻ്റെ വാല്യൂ നമ്മൾ എടുക്കേണ്ടത് എത്രയാണോ ഷെയറിൻ്റെ വാല്യൂ, ഒറിജിനൽ വാല്യൂ 10 രൂപയാണ്. എന്നാൽ 10 രൂപ വാല്യൂ ഉള്ള ഷെയർ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് 9 രൂപയ്ക്കാണ്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 9 രൂപയ്ക്ക് 500 ഷെയർസിന് 4500 വെച്ച് കിട്ടി. പക്ഷേ നമ്മൾക്ക് ഷെയർ ക്യാപിറ്റലിൽ 5000 രൂപ ഉണ്ട് നമുക്ക്. ഓക്കെ, ആ 5000 രൂപയിൽ 500 രൂപ നമ്മൾ എവിടെ നിന്ന് എടുക്കും? ഇറ്റ് വിൽ ബി ടേക്കൺ ഫ്രം ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഓൾറെഡി കമ്പനിയുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? 2500 രൂപ ഉണ്ട്. അവൻ ആ ഷെയറുമേൽ പേ ചെയ്തത്, അത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഷെയർസിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കും. ഷെയർ ഫോർഫീറ്റർ അക്കൗണ്ടിൽ 500 × 1 500 രൂപ എടുക്കും. ബാക്കിയുള്ള എമൗണ്ടിന് ഷെയർ ഫോർഫീറ്റർ അക്കൗണ്ടിൽ എത്രയുണ്ട്? 2500-ന് 500 രൂപ നമ്മൾ റീഇഷ്യൂവിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ബാക്കി നമ്മളുടെ കയ്യിൽ 2000 രൂപയുണ്ട്. അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് മൂന്നാമത്തെ ജേർണൽ എൻട്രി വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡാണ് നിങ്ങൾക്ക് അടുത്ത് പഠിക്കാനുള്ളത്. റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് അറ്റ് പ്രീമിയം. പ്രീമിയത്തിന് റീഇഷ്യൂ ചെയ്താൽ 10 രൂപ വാല്യൂ ഉള്ള ഷെയർ 12 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്താൽ എന്താ ജേർണൽ എൻട്രി വരാ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം ആഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇല്ലുസ്ട്രേഷൻ 22 നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും. മിസ് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. 600 ഷെയർസ് 10 രൂപ വാല്യൂ ആണ്, ഫുള്ളി പെയ്ഡപ്പ് ആണ്, ഫോർഫീറ്റ് ചെയ്യുന്നു ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് കോൾ മണി പെർ ഷെയർ. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദീസ് ഷെയർസ് വർ റീഇഷ്യൂഡ് ഫോർ ₹12 പെർ ഷെയർ. 10 രൂപയുടെ ഷെയർ 12 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് പ്രീമിയം 2 രൂപ. 2 രൂപ പ്രീമിയമാണ് ആസ് ഫുള്ളി പെയ്ഡപ്പ്. അപ്പോൾ നമുക്ക് ഫോർഫീച്ചറിൻ്റെ ജേർണൽ എൻട്രി വരുമ്പോൾ സാധാരണ പോലെ തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. ഇനി നമ്മൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രീമിയത്തിനാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ നമ്മൾ എത്ര രൂപ മേടിക്കുന്നുണ്ട്? 600 ഷെയർസിന് 12 രൂപ വെച്ചിട്ട് 7200 രൂപ മേടിക്കുന്നുണ്ട്. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകേണ്ട എമൗണ്ട് എത്രയാണ്? ഷെയറിൻ്റെ ഒറിജിനൽ വാല്യൂ എത്രയാണ്? 10 രൂപയാണ് ശരിക്കുള്ള വാല്യൂ. 600 × 10 6000. ടു ഇക്വിറ്റി പ്രീമിയം. ഇക്വിറ്റി പ്രീമിയം എത്രയാണ്? 600 × 2 രൂപയാണ് പ്രീമിയം, 1200. നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, റീഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റലിൽ എപ്പോഴും നമ്മൾ ഷെയറിൻ്റെ ഒറിജിനൽ വാല്യൂ എത്രയാണ് അതാണ് കാണിക്കേണ്ടത്. 10 രൂപയാണ് ഷെയറിൻ്റെ വാല്യൂ എങ്കിൽ 10 രൂപ തന്നെ കാണിക്കണം. റീഇഷ്യൂ ചെയ്യുന്നത് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും ആകട്ടെ, ചിലപ്പോൾ കൂടിയ 12 രൂപയ്ക്കാകാം റീഇഷ്യൂ നടത്തുന്നത്, 8 രൂപയ്ക്കാകാം റീഇഷ്യൂ നടത്തുന്നത്, 9 രൂപയ്ക്കാകാം റീഇഷ്യൂ നടത്തുന്നത്. നമ്മളത് പ്രശ്നമാക്കി എടുക്കരുത്. എത്ര രൂപയുടെ വാല്യൂ ഉള്ള ഷെയർ ആണോ നമ്മൾ ഫോർഫീറ്റ് ചെയ്തത് അതാണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. മിസ് നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സെയിം തന്നെയാണ്, പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഫോർഫീറ്റ് ചെയ്യുമ്പോൾ കോളപ്പ് വാല്യൂ എടുക്കണം ഷെയർ ക്യാപിറ്റലിൽ.
റീഇഷ്യൂ ചെയ്യുമ്പോൾ റിപ്പീറ്റിംഗ് സെയിം തിങ്, റീഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയറിൻ്റെ ഒറിജിനൽ വാല്യൂ എത്രയാണ്? 10 രൂപയാണ് എങ്കിൽ 10 രൂപയാണ് എടുക്കേണ്ടത്. ഓക്കെ, അത് നല്ലോണം തറവായിട്ട് അടിവരയിട്ട് പഠിക്കട്ടാ, തെറ്റിപ്പോകരുത്. ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 600 × 200. ഇനി നമുക്ക് മാറ്റാലോ, 1600 ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലുള്ള 3600 രൂപ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നു. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് നോക്കിയാൽ നിങ്ങൾ, ഡിസ്കൗണ്ടിനാണ് റീഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ 10 രൂപ വാല്യൂ ഉള്ള ഷെയർ റീഇഷ്യൂ ചെയ്യുന്നത് 8 രൂപയ്ക്കാണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെപ്റ്റ്, ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, the issue value may be fully paid value or partly paid value depending upon the decision regarding reissue. The share forfeited account is debited so as bear the amount of discount allowed on reissue. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടിയിൽ 2 പോയിന്റ് കൊടുത്തേക്കണുണ്ടോ നോട്ട് എന്നും പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഈ ജേർണൽ എൻട്രീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ സെപ്പറേറ്റ് പേപ്പറിൽ എഴുതി സൂക്ഷിക്കുക, അത് ഇടയ്ക്കിടയ്ക്കിട്ട് പഠിക്കുക, ഇല്ലാണ്ട് കിട്ടില്ല. ജേർണൽ എൻട്രി മസ്റ്റാണ്, കാണാണ്ട് തന്നെ പഠിച്ച് വെക്കണം, ഇല്ലെങ്കിൽ കിട്ടില്ല. ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. റീഇഷ്യൂ നടത്തുന്നത് നമുക്ക് ഡിസ്കൗണ്ടിനാണ് അല്ലേ. 10 രൂപ വാല്യൂ ഉള്ള ഷെയർ 8 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് അവിടെ 2 രൂപ നഷ്ടമാണ് അല്ലേ. ഈ 2 രൂപ നഷ്ടം നമ്മൾ എങ്ങനെ നികത്തും? ഓൾറെഡി ഫോർഫീച്ചർ അക്കൗണ്ടിൽ നമ്മൾ പൈസ മേടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. മറ്റേ ഷെയറുമേ, ക്യാൻസൽ ചെയ്ത ഷെയറുമേൽ അയാൾ പേ ചെയ്ത എമൗണ്ട് ഉണ്ടാകും. അതുപയോഗിച്ചിട്ട് നമ്മൾ ഡിസ്കൗണ്ടിൻ്റെ ലോസ് ഫില്ല് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ റീഇഷ്യൂ നടത്തിയപ്പോൾ ഇവിടെ ഫോർഫീച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തത്. സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ, ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെയാണ് നമ്മൾ എഴുതാറ്. പക്ഷേ ഇവിടെ നമ്മളുടെ ഫോർഫീച്ചർ അക്കൗണ്ടിൽ എമൗണ്ട് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അതാണ് ഉപയോഗിക്കുക. അതിലത്തെ എമൗണ്ട് ഉപയോഗിച്ചിട്ട് ഡിസ്കൗണ്ടിൻ്റെ ലോസ് 2 രൂപയാണ് ഡിസ്കൗണ്ടെങ്കിൽ ആ 2 രൂപ നമ്മൾ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് എടുക്കും. ഓക്കേ, ഇതിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ സംഭവം മനസ്സിലാകും. ഇല്ലുസ്ട്രേഷൻ 23 എടുക്കുക. ഇല്ലുസ്ട്രേഷൻ 23ൽ നിങ്ങൾക്ക് പറയുന്നുണ്ട് 100 ഷെയർസ്, 10 രൂപ വാല്യൂ ഉള്ള 100 ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുകയാണ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് 2 per ഷെയർ ആൻഡ് ഫൈനൽ കോൾ 3 per. ഫസ്റ്റ് കോൾ 2 രൂപയും ഫൈനൽ കോൾ 3 രൂപയും പേ ചെയ്തില്ല. അങ്ങനെ ടോട്ടൽ 5 രൂപ അദ്ദേഹം പേ ചെയ്തിട്ടില്ല. 10 രൂപയിൽ 5 രൂപ പേ ചെയ്തിട്ടുണ്ട്. ദീസ് ഷെയർസ് were reissued to കുമാർ അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 3 per ഷെയർ. 10 രൂപയുടെ ഷെയർ റീഇഷ്യൂ ചെയ്യുന്നത് 3 രൂപ ഡിസ്കൗണ്ടിന്. അപ്പോൾ റീഇഷ്യൂ നടക്കുന്നത് 7 രൂപയ്ക്ക്. എഴുതി വെക്കട്ടെ ക്ലിയർ ആയിട്ട്. സൊല്യൂഷൻ നോക്കിയാൽ, ജേർണൽ എൻട്രി നോക്കിയാൽ, ഫസ്റ്റത്തെ ജേർണൽ എൻട്രി ഫോർഫീച്ചറിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 100 ഷെയർസിന് 10 രൂപ. ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് 5 രൂപ വെച്ചിട്ട് പേ ചെയ്തിട്ടുണ്ട്. 10 × 5 500. ദെൻ ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്, ഫസ്റ്റ് കോൾ എമൗണ്ട് എത്ര രൂപയാണ് പേ ചെയ്യാത്തത്? 2 രൂപ. 100 × 2 200. ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്, ഫൈനൽ കോൾ മണി എത്ര രൂപയാണ് പേ ചെയ്യാനത്? 3 രൂപ. അങ്ങനെ 100 × 3 300. ഇനി നമ്മൾ ഡിസ്കൗണ്ടിനാണ് റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച ജേർണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെപ്റ്റ്, ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. മിസ്സ് ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങളടുത്ത്. എന്താണ്? നമ്മൾ റീഇഷ്യൂ നടത്തുമ്പോൾ ഷെയർ ക്യാപിറ്റലിൽ ഷെയറിൻ്റെ ഒറിജിനൽ വാല്യൂ എത്രയാണ് ആ എമൗണ്ടാണ് കാണിക്കേണ്ടത്. ഷെയറിൻ്റെ ഒറിജിനൽ വാല്യൂ എത്രയാണ്? തറോ ആയിട്ട് പഠിക്കാട്ടോ. അത് റീഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയറിൻ്റെ ഒറിജിനൽ വാല്യൂ എത്രയാണ്? നമ്മൾ ഫോർഫീറ്റ് ചെയ്ത ഷെയറിൻ്റെ ഒറിജിനൽ വാല്യൂ 10 രൂപ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യുമ്പോൾ കാണിക്കേണ്ടത് 100 × 10 1000. ഇനി നമ്മൾ ഡിസ്കൗണ്ടിനാണ് റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എത്രയാണ് വരിക? 7 രൂപയെ നമ്മൾ റിസീവ് ചെയ്യുന്നുള്ളൂ. 100 × 7 700. ഇനി ബാക്കി നമുക്കൊരു 300 രൂപ നമ്മൾ എവിടെ നിന്ന് എടുക്കും? ഈ ലോസ് നമ്മൾ എവിടെ നിന്ന് നികത്തും? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നമുക്ക് ഓൾറെഡി 500 രൂപയുണ്ട്. ഫസ്റ്റത്തെ ജേർണൽ എൻട്രി നോക്കാം. അതിൽ നിന്ന് നമ്മളൊരു 300 രൂപ ഇങ്ങോട്ട് എടുക്കും. ഇനി ബാലൻസ് എത്രയുണ്ട്? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ 500 രൂപയിൽ 300 രൂപ എടുത്തു, ബാക്കി 200 രൂപയുണ്ട്. അത് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും.
ഇത്രയുമാണ് പ്രോബ്ലം നമ്പർ 23 വരുന്നത്. ഇതുപോലെ നിങ്ങൾ പ്രോബ്ലം നമ്പർ 24 ചെയ്ത് നോക്കുക. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അതിൽ മിസ്സ് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. പ്രോബ്ലം നിങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പം തന്നെ ഈ അവർ തന്നെ ഇരുന്ന് ചെയ്യാം കേട്ടോ. റീഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് വിച്ച് വർ ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് പാർ. ക്യാപിറ്റൽ 20,000 ഷെയർസ് 10 rupees ഇഷ്യൂ ചെയ്തിരുന്നു. ആര്? ജയ് ലിമിറ്റഡ്. ദെൻ ആപ്ലിക്കേഷൻസ് were received for 10,000 shares payable as follows. Invited for 10,000 shares. 10,000 രൂപയുടെ ഷെയർസിനുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇൻവൈറ്റ് ചെയ്തത്. നോമിനൽ ക്യാപിറ്റലാണ് 20,000 കേട്ടോ. അതിൽ 10,000 ആണ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തത്. ആപ്ലിക്കേഷൻ മണി 2.5 രൂപ, അലോട്ട്മെൻറ്റ് 3.5, ഫസ്റ്റ് കോള് 2 രൂപ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോള് 2 രൂപ. കമ്പനി 9,000 ഷെയർസിനുള്ള ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തു. എല്ലാ ആപ്ലിക്കേഷൻസും അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മണിയും റിസീവ് ചെയ്തു എക്സെപ്റ്റ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി ഓൺ 200 ഷെയർസ്. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി എത്രയാണ് ലാസ്റ്റ് തന്നിരിക്കുന്നത്? 2 രൂപ. 200 ഷെയർസിന് 2 രൂപ വെച്ചിട്ട് കമ്പനിക്ക് കിട്ടിയില്ല. ഈ ഷെയർസ് കമ്പനി ഫോർഫീറ്റ് ചെയ്തു പിന്നീട്. എന്നിട്ട് 9 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഫസ്റ്റ് തൊട്ടുള്ള ജേർണൽ എൻട്രി എഴുതണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഫസ്റ്റത്തെ ജേർണൽ എൻട്രീസൊക്കെ നിങ്ങൾക്കറിയാം. ഫോർഫീച്ചറിൻ്റെ അവിടെ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ കോൾഡപ്പ് എത്രയാണ്? 10 രൂപയും കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റലിൽ 10 രൂപ കാണിക്കണം. ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 200 ഷെയർസിന് 10 രൂപ വെച്ചിട്ട് 2,000. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ 2 രൂപയാണ് പേ ചെയ്യാത്തത്. ബാക്കി 7 രൂപ അവൻ പേ ചെയ്തിട്ടുണ്ട്. 8 രൂപ അവൻ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 200 ഷെയർസിന് 8 രൂപ വെച്ചിട്ട് 1,600 രൂപ. ടു ഇക്വിറ്റി ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് 200 ഷെയർസിന് 2 രൂപ വെച്ചിട്ട് അവൻ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല, 400. ഇനി ഇത് ഡിസ്കൗണ്ടിനാണ് റീഇഷ്യൂ ചെയ്യുന്നത്. എത്ര രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത്? 9 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ ഡിസ്കൗണ്ട് എത്രയാണ്? 1 രൂപ. ഈ ഡിസ്കൗണ്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കും? ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന്. ഓക്കെ, ക്ലിയർ ചെയ്ത് വെക്കല്ല. ഇനി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എത്രയാണ് എമൗണ്ട് കാണിക്കേണ്ടത്? ഒറിജിനൽ ഷെയറിൻ്റെ, അതായത് ഫോർഫീറ്റ് ചെയ്ത ഷെയറിൻ്റെ വാല്യൂ എത്രയാണ് അതാണ് കാണിക്കേണ്ടത്. അപ്പോൾ നോക്കാം, നമുക്ക് ജേർണൽ എൻട്രി വരുന്നത് റീഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ മിസ് പറഞ്ഞു ഷെയറിൻ്റെ ഒറിജിനൽ വാല്യൂ എത്രയാണ്? 10 രൂപയാണ്. 9 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത്, പക്ഷേ ഒറിജിനൽ വാല്യൂ എത്രയാണ്? 10 രൂപയാണ്. അപ്പോൾ 200 × 10 2,000 വരും. ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപയാണ് നമ്മൾ ഒറിജിനലായിട്ട് റിസീവ് ചെയ്യുന്നത്? 9 രൂപയാണ് റീഇഷ്യൂ ചെയ്തപ്പോൾ. അപ്പോൾ 200 × 9 1,800. ബാക്കി 1 രൂപ നമ്മൾ എവിടെ നിന്ന് എടുക്കും? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്ന് എടുക്കും. 200 × 1. ഇനി നമുക്ക് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഓൾറെഡി 1,600 രൂപയുണ്ട്. അതിൽ 200 രൂപ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 1,400 രൂപയുണ്ട്. അത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. ഇതുപോലെ ഇല്ലുസ്ട്രേഷൻ 25 ചെയ്തു നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ കേസുകൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. We have discussed different situations in which reissue of shares was made at par, at discount, at premium, which were issued at par. Now we shall take up situations wherein നമ്മളിപ്പോൾ നേരിട്ട് ഡയറക്റ്റ് സിറ്റുവേഷൻസ് ആണ് നമ്മൾ പോയിട്ടുള്ളത്. എന്താ? പാറിന് ഇഷ്യൂ ചെയ്തത്, പ്രീമിയത്തിന് റീഇഷ്യൂ ചെയ്തു. പാറിന് ഇഷ്യൂ ചെയ്തത്, ഡിസ്കൗണ്ടിന് റീഇഷ്യൂ ചെയ്തു. പാറിന് ഇഷ്യൂ ചെയ്തത് അല്ലെങ്കിൽ ഫോർഫീറ്റ് ചെയ്തത്, പാറിന് റീഇഷ്യൂ ചെയ്തു. ഇങ്ങനെ നമ്മൾ 3 മെത്തേഡാണ് പഠിച്ചതിപ്പോൾ. പാർ, പാർ, പാർ പ്രീമിയം, പാർ ഡിസ്കൗണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെയർസ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റീഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്ത ഷെയർസാണ് നമ്മൾ ഫോർഫീറ്റ് ചെയ്തത്. അത് നമ്മൾ റീഇഷ്യൂ ചെയ്യാൻ പോകുന്നതും ഡിസ്കൗണ്ടിനാണ്. ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട്. അടുത്ത പേരാണ് ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട്. ഷെയർ ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റീഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്ത ഷെയർ പ്രീമിയത്തിന്
റീഇഷ്യൂ ചെയ്യുന്നു. ഡിസ്കൗണ്ടിന് ഫോർഫിറ്റ് ചെയ്ത് ഇഷ്യൂ ചെയ്ത ഒരു ഷെയർ ഫോർഫിറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിന്, ഡിസ്കൗണ്ട് പ്രീമിയം. ദെൻ സി നോക്കിയേ, ഷെയർസ് ഇഷ്യൂ ചെയ്തത് പ്രീമിയത്തിനാണ്, നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണ്. ഈ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്ത ഒരു ഷെയർ ഫോർഫിറ്റ് ചെയ്തിട്ട് റീഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണ്. ദെൻ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്ത ഒരു ഷെയർ ഫോർഫിറ്റ് ചെയ്യുന്നു, അത് പിന്നീട് റീഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണ്. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ള 4 കേസുകളാണ് ഡിസ്കൗണ്ട്, ഫോർഫിറ്റഡ് അറ്റ് ഡിസ്കൗണ്ട്, റീഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, ഫോർഫിറ്റഡ് അറ്റ് ഡിസ്കൗണ്ട്, റീഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഫോർഫിറ്റഡ് അറ്റ് പ്രീമിയം, റീഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, ഫോർഫിറ്റഡ് അറ്റ് പ്രീമിയം, റീഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഇങ്ങനെ 4 കേസുകളാണ് പഠിക്കാനുള്ളത്. ഇതിന് എക്സാമ്പിൾ മിസ് പറഞ്ഞു തരട്ടെ. 10 രൂപ വാല്യൂ ഉള്ള ഷെയർ ആണ്, 8 രൂപ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഓൾറെഡി. ആ ഷെയറാണ് ഫോർഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ 10 രൂപ വാല്യൂ ഉള്ള ഷെയർ പിന്നെയും നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിന് തന്നെയാണ്. പിന്നെയും നമ്മൾ 8 രൂപയ്ക്കോ 9 രൂപയ്ക്കോ അതിലും കുറഞ്ഞ വിലയ്ക്കോ ആണ് റീഇഷ്യൂ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്ക് എക്സാമ്പിൾ വരുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം ഓരോന്നിൻ്റെയും, അപ്പോൾ നമുക്ക് കിട്ടും. ഫസ്റ്റത്തെ മെത്തേഡിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ, ഫസ്റ്റത്തെ മെത്തേഡ് വരുന്നത് ഇഷ്യൂ ചെയ്തത് ഡിസ്കൗണ്ടിനാണ്, റീഇഷ്യൂ ചെയ്യുന്നതും ഡിസ്കൗണ്ടിനാണ്. അപ്പോൾ നമുക്ക് വരുന്ന ജേർണൽ എൻട്രി നോക്കിയേ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ, ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ സാധാരണ പഠിച്ചതിൽ പാറിന് ഇഷ്യൂ ചെയ്തത് ഡിസ്കൗണ്ടിന് റീഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആകെ ഇതേ വന്നിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട്, നോർമൽ ഡിസ്കൗണ്ട്, അതായത് ഈ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്ററിൽ എന്താ പറയുന്നത്, നമ്മൾ ഈ ഫോർഫിറ്റ് ചെയ്ത ഷെയർസ് ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അപ്പോൾ നമ്മൾ എത്ര ഡിസ്കൗണ്ട് കൊടുത്തു അതാണ് ഇതിൽ കൊടുക്കേണ്ടത്. ഇനി ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് അത് പറയുന്നത് നമ്മൾ റീഇഷ്യൂ ചെയ്തപ്പോൾ എത്ര ഡിസ്കൗണ്ടിനാണ് കൊടുത്തത്, അത് നമ്മൾ ലോസ് ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ നിന്ന് എടുക്കും, എക്സ്ട്രാ ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ. ക്വസ്റ്റ്യൻ നോക്കിയേ, ഇലുസ്ട്രേഷൻ 26, 100 ഇക്വിറ്റി ഷെയർസ് 10 രൂപയാണ് വാല്യൂ, ഫോർഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡിസ്കൗണ്ട് 10%-നാണ് അത് അന്ന് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10 രൂപ വാല്യൂ ഉള്ള ഷെയർ 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 1 രൂപ ഡിസ്കൗണ്ടിനാണ് കമ്പനി അന്ന് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ ഷെയർസാണ്, അങ്ങനത്തെ ഷെയർസാണ് കേട്ടോ നമ്മളിപ്പോൾ ഫോർഫിറ്റ് ചെയ്യാൻ പോകുന്നത്. By John for non-payment of first call 2 per share and final call 3 per share. അതിൽ 2 രൂപ ഫസ്റ്റ് കോളും 3 രൂപ ഫൈനൽ കോളും പേ ചെയ്തിട്ടില്ല. Out of these 40 equity shares were reissued to Sriraman 8 per share. ഈ 100 രൂപ ഇക്വിറ്റി ഷെയറിൽ 100 ഇക്വിറ്റി ഷെയറിൽ 40 ഇക്വിറ്റി ഷെയർസ് രാമൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് 8 രൂപ പെർ ഷെയർ ആയിട്ട് നമ്മൾ കൊടുക്കണം. 9 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത ഷെയർ ആയിരുന്നു, അവിടെ ഒറിജിനൽ വാല്യൂ ഓഫ് ഷെയർ അപ്പോഴും എത്രയാണ്, 10 രൂപയാണ്. പക്ഷേ ഇഷ്യൂ ചെയ്തത് അന്ന് 9 രൂപയ്ക്കായിരുന്നു. ആ ഷെയർസ് ക്യാൻസൽ ചെയ്ത് 8 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ 10 രൂപയാണ് ഒറിജിനൽ വാല്യൂ, 2 രൂപയാണ് ഇവിടെ ഡിസ്കൗണ്ട്. നേരത്തെ നമ്മൾ കൊടുത്തത് 1 രൂപ ഡിസ്കൗണ്ടിനാണ്. ആൻഡ് ദി റെസ്റ്റ് ഓഫ് ദീസ് ഷെയർസ് വർ റീഇഷ്യൂഡ് ടു റാം സിംഗ് അറ്റ് 7 per share. ബാക്കിയുള്ള ഷെയർ 100 ഷെയർസിൽ 40 ഷെയർസ് 8 രൂപക്ക് കൊടുത്തു, അവിടെ 2 രൂപ ഡിസ്കൗണ്ട്. ബാക്കിയുള്ള 60 ഷെയർസ് കൊടുത്തത് 7 രൂപയ്ക്കാണ്, അവിടെ 3 രൂപ ഡിസ്കൗണ്ട്. കൺസെപ്റ്റ് ക്ലിയർ ആവണം. നിങ്ങൾ ആദ്യം നോട്ട് ബുക്ക് എടുക്കുക, എന്നിട്ട് അതിൽ എഴുതി വെക്കുക ഷെയർസ് ഫോർഫിറ്റഡ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് എഴുതാം. എന്നിട്ട് വാല്യൂ ഓഫ് ദി ഷെയർ, ഫേസ് വാല്യൂ ഓഫ് ദി ഷെയർ എന്ന് പറഞ്ഞിട്ട് ₹10 എന്ന് എഴുതാം. എന്നിട്ട് ഡിസ്കൗണ്ട് ഓൺ ഷെയർസ് എന്ന് പറഞ്ഞിട്ട് 10 × 10%, ദാറ്റ് ഈസ് ₹1 എഴുതാം. ഇനി അതിൻ്റെ അടിയിൽ റീഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് എന്ന് എഴുതാം. വർക്കിംഗ് നോട്ടായിട്ടാണ്, റീഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് എന്ന് എഴുതാം. അതിൻ്റെ താഴെ എഴുതാം ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ₹10, 10 രൂപ തന്നെയാണ് ഫേസ് വാല്യൂ. ദെൻ എഴുതാം
40 shares were reissued at rupees 8. Here the discount is rupees 2. 2 രൂപയാണ് ഡിസ്കൗണ്ട്. And the rest 60 shares were issued at rupees 7 per share. 7 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്തു. Here the discount amount will be 3 per share. That is 10 minus 7. 3 per share. അങ്ങനെ നമ്മൾ എഴുതി വെക്കാം. ഇങ്ങനെ എല്ലാ പ്രോബ്ലത്തിനും എഴുതി വെക്കാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ. എന്നിട്ട് ജേർണൽ എൻട്രിയിലേക്ക് കടക്കാം. ജേർണൽ എൻട്രി നമ്മൾ ഫോർഫിറ്റ് ചെയ്യുമ്പോൾ എന്താ വരാം? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്? 100 × 10 1000. ടു ഷെയർ ഫോർഫിറ്റഡ് 400. എത്ര പേ ചെയ്തിട്ടുണ്ട്? 3 രൂപയും 2 രൂപയും കഴിച്ച് ബാക്കി 4 രൂപ. 1 രൂപ ഡിസ്കൗണ്ടും കഴിച്ച് ബാക്കി 4 രൂപ അദ്ദേഹം പേ ചെയ്തിട്ടുണ്ട്. 10 രൂപയുടെ ഷെയർ 9 രൂപയ്ക്കല്ല ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, 9 രൂപയിൽ 3 രൂപ ഫൈനൽ കോളും 2 രൂപ ഫസ്റ്റ് കോളും പേ ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കി 4 രൂപ. അങ്ങനെയാണ് 100 × 4 വന്നത്. ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് 100 രൂപ. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് നമ്മൾ ഫോർഫീറ്റഡ് ഷെയർസുമേൽ വരുന്നതാണ് 100 രൂപ. 1 രൂപ ഡിസ്കൗണ്ടിനല്ലേ കൊടുത്തത്? 100 × 1 100 രൂപ. ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോള് 100 രൂപയ്ക്ക് ഫസ്റ്റ് കോള് 2 രൂപ പേ ചെയ്തില്ല. ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് 100 രൂപയ്ക്ക് 3 രൂപ ഫൈനൽ കോൾ മണിയും പേ ചെയ്തില്ല. ഇനി റീഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസിന് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യണം. നോക്കാം നമുക്ക്. നമ്മൾ പഠിച്ച ജേർണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റ്, ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട്, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് തറോ ആയിട്ട് പഠിക്കുക കേട്ടോ, എല്ലാ ജേർണൽ എൻട്രീസും. ഇല്ലാണ്ട് നിങ്ങൾക്ക് വഴിയില്ല. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മിസ് എന്താ പറഞ്ഞത്? റീഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട വാല്യൂ ഏതാണ്? ഷെയറിൻ്റെ ഒറിജിനൽ ഫേസ് വാല്യൂ എത്രയാണ്? അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? ഫേസ് വാല്യൂ 10 രൂപയാണ്. 10 രൂപയിൽ നമ്മൾ എത്ര ഷെയർസാണ് റീഇഷ്യൂ ചെയ്യുന്നത്? 40 ഷെയർസ് നമ്മൾ എത്ര രൂപയ്ക്കാണ്? 8 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത്. എന്നാലും നമ്മൾ ഷെയറിൻ്റെ ഒറിജിനൽ വാല്യൂ എത്രയാണ്? 10 രൂപയാണ് ഷെയർ ക്യാപിറ്റലിൽ എഴുതേണ്ടത്. ദാറ്റ് ഈസ് 40 ഷെയർസിന് 10 രൂപ വെച്ചിട്ട് 400. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ബാങ്കിൽ എത്ര രൂപയാണ് വരാം? 8 രൂപയ്ക്കാണ് നമ്മൾ റീഇഷ്യൂ നടത്തിയിട്ടുള്ളത്. അപ്പോൾ 8 രൂപയെ നമ്മൾ ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുള്ളൂ. അപ്പോൾ 40 ഷെയർസിന് 8 രൂപ വെച്ചിട്ട് 40 × 8 320. ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ, അത് ഏതാണ്? നമ്മൾ ഒറിജിനലി ഇഷ്യൂ ചെയ്ത ഷെയർസുമേൽ, അതായത് ഫോർഫിറ്റ് ചെയ്ത ഷെയർസുമേൽ നമ്മൾ ആദ്യം 1 രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 40 ഷെയർസിന് 1 രൂപ ഡിസ്കൗണ്ട് വെച്ചിട്ട് 40 രൂപ. ഇനി ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് 40 രൂപ വരും. 40 × 1 40 രൂപ. അങ്ങനെ ടോട്ടൽ നമുക്ക് 320ഉം 40ഉം 40ഉം 400 രൂപ. ഓക്കെ, ഇനി രണ്ടാമത്തെ ജേർണൽ എൻട്രി വരുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ജേർണൽ എൻട്രിയിൽ നമുക്ക് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസിൽ ഓൾറെഡി 40 രൂപയുണ്ട്. ആ 40 രൂപ കഴിച്ചിട്ട് ബാക്കി 2 രൂപയാണ് നമുക്ക് ഇവിടെ വരുന്ന ഡിസ്കൗണ്ട് വരുന്നത്. ആ 2 രൂപ നമ്മൾ എടുക്കണ്ട. 2 രൂപയിൽ ഓൾറെഡി 40 രൂപ നമുക്ക് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ആ ലോസ്. ഇനി ബാക്കി 1 രൂപയെ നമ്മൾ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് എടുത്താൽ മതി. ദെൻ ബാക്കിയുള്ള എമൗണ്ട് ഫോർഫീച്ചർ അക്കൗണ്ടിൽ എത്രയുണ്ടോ അത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വരുന്ന ജേർണൽ എൻട്രി. രണ്ടാമത്തതും ഇതുപോലെ തന്നെ ചെയ്യാം. 60 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതും ഇതുപോലെ തന്നെ ചെയ്യാം. ഇല്ലുസ്ട്രേഷൻ 27 ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. 27, 28 ഒക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഷെയർസ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടും റീഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ് വരുന്നത്. പ്രീമിയത്തിന് റീഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് നമുക്ക് വരും. അതുമാത്രമേ ഉള്ളൂ. റീഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്തത് ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ് ജേർണൽ എൻട്രീസ് വരുന്നത്. മാറ്റങ്ങളൊന്നുമില്ല. ദെൻ
ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ. പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ.